പ്രിയ പ്രേക്ഷകരെ, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. 10 ദിവസം കഴിഞ്ഞ ന്യൂ ഇയർ വരുന്നു. ഹാപ്പി ന്യൂ ഇയർ 2025. ദുഃഖത്തിനിടെ പ്രശ്നങ്ങൾക്കിടയിലും നല്ല കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ. അത് അതിജീവിക്കട്ടെ. പ്രകൃതി അതിന് നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും തരട്ടെ. പുഷ്പ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രോജക്റ്റുകൾ വരുമ്പോൾ എത്ര പേർക്ക് തൊഴിൽ നൽകും, അതുവഴി എത്ര ലക്ഷപ്രഭുക്കൾ ഉണ്ടാവും, എത്ര കോടീശ്വരന്മാരുണ്ടാവും എന്നുള്ളതിൻ്റെ 3ാമത്തെ എപ്പിസോഡാണിത്. നിങ്ങൾ തുടർന്ന് കാണുക. ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, ഈ ചിത്രങ്ങളിലെല്ലാം വലിയ കോടിക്കണക്കിന് രൂപ ഷെയർ ഓഫ് പ്രോഫിറ്റ് വാങ്ങുന്നതിനൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്, ജൂനിയർ ആയിട്ട് കഴിയുന്ന താഴേക്കടയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ടോട്ടൽ വരുമാനത്തിൻ്റെ ഒരു 10% മാറ്റിവെച്ച് അവർക്ക് ഷെയറായിട്ട് കൊടുക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഇത് വലിയ പ്രോജക്റ്റുകളല്ലേ, വലിയ വരുമാനം വരുമ്പോൾ അത് ചെയ്യണമെന്ന് എൻ്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ആ റിക്വസ്റ്റ് തുടർന്നുകൊണ്ട് ഞാനിത് അടുത്തതിൽ പോവുകയാണ്. ആദ്യത്തേൽ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്, ഡയറക്ഷൻ എത്ര പേരെ ലക്ഷപ്രഭുക്കളാക്കുന്നു, എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇതിൽ അടുത്ത് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് മിറോസ്ലവ് ബ്രോസേക്ക്. എൻ്റെ പ്രേക്ഷകരെ, ഒരു ക്യാമറ, നിങ്ങളുടെ കയ്യിലൊരു മൊബൈലുണ്ട്. ഞാൻ എളുപ്പത്തിന് പറയുകയാണ്, നിങ്ങളുടെ കയ്യിലൊരു മൊബൈലുണ്ട്, അതിലൊരു ക്യാമറയുണ്ട് അല്ലേ? ആ ക്യാമറ വെച്ച് നിങ്ങളൊരു റീല് ചെയ്യണം. ഞാൻ റീല് തന്നെയാണ് വീണ്ടും പറയുന്നത്. റീല് ചെയ്യുമ്പോൾ നിങ്ങളത് ഷൂട്ട് ചെയ്യാൻ എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്? ഒന്ന്, നിങ്ങൾ മാത്രം കൊണ്ട് ഒരു റീല് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. അവിടെ ഒരു ക്യാമറാമാൻ വേണ്ടേ? നിങ്ങൾ അതിനൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഈ ക്യാമറാമാന് നിങ്ങളൊരു സാധാരണ രീതിയിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടോ, അവർ ഒരു ദിവസം ഫുള്ളായിട്ട് വെറുതെ നിന്നിട്ട് ഒരു ദിവസം ഫുള്ളായിട്ട് വെറുതെ വന്ന് നിൽക്കില്ലല്ലോ. മറ്റു തൊഴിലുകൾ കഴിഞ്ഞ് അവർക്ക് ശമ്പളം കൊടുക്കണ്ടേ? അപ്പോൾ അങ്ങനെ നിങ്ങളൊരു ചെറിയ റീല് ചെയ്യുമ്പോൾ പോലും ഒരു ക്യാമറ കൈകാര്യം ചെയ്യുന്ന ഒരാളെയും വെച്ച് നിങ്ങളൊരു 8-10 പേരോട് നിന്ന് കഴിഞ്ഞാൽ അവിടെ ഒരാൾക്ക് തൊഴിൽ കിട്ടുകയാണ്. ഒരു ക്യാമറാമാൻ, അവന് നിങ്ങൾ ഒരു 1000-1500 രൂപ ശമ്പളം കൊടുക്കുമെന്ന് വെച്ച് നോക്കൂ. അപ്പോൾ തന്നെ അവിടെ ഒരു തൊഴിൽ തുടങ്ങിയാണ്. അപ്പോൾ ഇതുപോലെ ക്യാമറ അത് നിങ്ങളൊരു റീല് ചെയ്യുമ്പോൾ പോലും, അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, സിനിമയ്ക്ക് ഇതുപോലെയുള്ള വൈഡ് സിനിമകൾ എടുക്കുമ്പോൾ മിനിമം 1 കോടി രൂപ മുതൽ 4-5 കോടി രൂപ വരെ വിലയുള്ള 4-5 ക്യാമറകൾ വേണം. അതിനുള്ള ഹെലിക്യാമുകൾ വേണം. ഈ ക്യാമറകളൊക്കെ ചലിപ്പിക്കാൻ കരുതിയുള്ള എക്യുപ്മെൻറ്റ്സുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ട്രോളിയിൽ പോണത്, ചെസ്റ്റി വെച്ച് കെട്ടി ഓടുന്നത്, നിങ്ങൾ തള്ളിക്കൊണ്ടിങ്ങനെ പോണത്. പിന്നെ വണ്ടിയിലൊക്കെ നിങ്ങൾ നോക്കിയാൽ ഇങ്ങനെ ഓരോടത്ത് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് ഓരോ സാധനം ഇങ്ങനെ നിൽക്കും. സ്റ്റുഡിയോക്കകത്ത് നോക്കിയാൽ മതി. നിങ്ങളൊന്നും വേണ്ട. ക്രിക്കറ്റ് നടക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ക്രിക്കറ്റ് കളി നടക്കുമ്പോഴത്തേക്കും അവരവിടെ ഉപയോഗിക്കുന്നത് ഏകദേശം 16-32 ക്യാമറകളാണ്. അതൊക്കെ അൺബിലീവബിൾ റേറ്റ് പറഞ്ഞതാണ്. അതൊക്കെ റൺ ചെയ്യണം കണ്ടിട്ടുണ്ടോ? ഇതെല്ലാം റൺ ചെയ്യാൻ നമുക്ക് മൊബൈലും മറ്റും മാത്രം പോരാ, മാൻ പവർ വേണ്ടേ? എത്ര കമ്പ്യൂട്ടറിനൊക്കെ ചെയ്താലും ഒരു കണക്കുണ്ട് അതിനൊക്കെ. അപ്പോൾ ഇത്രയും വലിയ എമൗണ്ട് ചിലവാക്കി ക്യാമറ ഇറക്കി, ക്യാമറയുടെ എക്യുപ്മെൻറ്റ്സുകൾ നിങ്ങൾ ആലോചിക്കണം. 1.25 കോടി രൂപ മുതൽ 5 കോടി രൂപ വരെയുള്ള ക്യാമറ ഇറക്കുമ്പോൾ 5 ക്യാമറ ഇറക്കിയെന്ന് വെച്ചോളൂ, 25 കോടി രൂപ വരെ ബിസിനസ് അവിടെ നടന്ന്. ആ കമ്പനികളെല്ലാം ഇരിക്കുന്നത് ഇതുപോലെയുള്ള ക്യാമറ വിൽക്കുന്നതുകൊണ്ടാണ്. വലിയ പ്രോജക്റ്റ് ഉണ്ടെങ്കിലല്ലേ ഈ ക്യാമറ ആവശ്യമുള്ളൂ. വലിയ ക്യാമറകൾ നിർമ്മിക്കുന്നത്. അപ്പോൾ തന്നെ വലിയ ഒരു സെയിൽ നടന്നു കഴിഞ്ഞ്. ഇതിവിടെ വരുമ്പോഴോ, ഈ വന്നൊരു സിനിമയുടെ ഒരു പ്രോജക്റ്റിലേക്ക് എടുക്കുമ്പോഴത്തേക്കും ഈ ഓരോ ക്യാമറയ്ക്ക് ഇതിൻ്റെ ഓരോന്നിനും ക്യാമറാമാൻ വിത്ത് അസിസ്റ്റ് വേണം. പിന്നെ ഇതിൻ്റെ ഫുൾ എക്യുപ്മെൻറ്റ്സ് ചുമന്നുകൊണ്ട് പോകാൻ ജൂനിയറായിട്ട് അതിൻ്റെ അസിസ്റ്റുകൾ വേണം. അപ്പോൾ ഒരു ക്യാമറ 4 ക്യാമറ 5 ക്യാമറ ഇല്ലാതെ ഈ പടം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും വിട്ടിലാണ്, അത്രയും ആർട്ടിസ്റ്റുകളുണ്ട്. നമ്മളൊരു മൊബൈൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ പോലും നിങ്ങൾ നോക്കിയേ, നിങ്ങൾ 2, 3, 4 മൊബൈൽ വെച്ചായിരിക്കും ഓരോ ആംഗിൾ എടുക്കുന്നത്. ഇത്തിരി തലയ്ക്കകത്ത് ആളുള്ളവന്മാർ. എന്നിട്ടാണ് നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് ഒരു സാധനമാക്കി മാറ്റണത്. അപ്പോൾ ഇതിനെല്ലാത്തിനും നിങ്ങൾ നോക്കിയേ, ഈ 2-2.5 കോടി രൂപ വരെ ക്യാമറ ഭാവനാപൂർവ്വം ഒരു ഡയറക്ടർക്ക് സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്, ഡയറക്ഷൻ പറഞ്ഞിട്ട് അയാൾ ആ സ്ക്രിപ്റ്റ് ഇട്ടിട്ട് ഇത്രയെല്ലാം അറേഞ്ച് ചെയ്യുമ്പോൾ ആ ക്യാമറ കൈകാര്യം ചെയ്യാൻ എന്നെപ്പോലുള്ളൊരു മതിയാ ബായ്. പിന്നെ കൂതറകൾ മതിയാ.
കൂതറ. എടാ മനുഷ്യ, അവിടെയൊക്കെ നല്ല ബ്രില്യൻ്റ് ബ്രെയിനുള്ള, നല്ല ഭാവനയുള്ള സീൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അത് എങ്ങനെ ഷോട്ട് നീങ്ങണം, എങ്ങനെ എത്ര ഡയറക്ടർ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ ഉദ്ദേശിച്ച കാര്യത്തിനനുസരിച്ച് ഇയാൾ അതിനേക്കാളും ഭാവനയോടെ വർക്ക് ചെയ്യണം 4-5 ക്യാമറാമാൻമാർ, അവരെ അസിസ്റ്റ് ചെയ്യണവർ. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാമറാമാൻമാരെ 25,000 രൂപയ്ക്ക്, 50,000 രൂപയ്ക്ക്, 2 ലക്ഷം രൂപയ്ക്ക്, 5 ലക്ഷം രൂപയ്ക്ക് കിട്ടുമെന്നാണോ നിങ്ങളുടെ വിചാരം? ഓരോ ക്യാമറ ചലിപ്പിക്കണതിൻ്റെയും മറ്റേ മിറോസ്ലാവ് ബ്ലോസേക്കിൻ്റെ ഒന്നും പറയണില്ല, ഡോളർ കൺവേർട്ടാണ്. ഡോളർ കൺവേർട്ടറാകുമ്പോൾ അയാളെയൊക്കെ എനിക്കിവിടെ ഒരു 10 കോടി രൂപയെങ്കിലും അയാളെ പേയ്മെൻറ്റ് മാത്രം പോകും. 4 ക്യാമറാമാരെ ചിലവാലോചിച്ച്, ക്യാമറാമാൻ്റെ ചിലവ് മാത്രം. ഒരു ക്യാമറാമാന് ശരാശരി നിങ്ങൾ 50 ലക്ഷം രൂപ ഇടും. മിറോസ്ലാവ് ബ്ലോസേക്കിന് വിട്, അത് മെയിൻ ക്യാമറാമാൻ, ഒരു 10 കോടി വിട്. ബാക്കി എല്ലാവർക്കും 50 ലക്ഷത്തിൽ കുറഞ്ഞൊന്നും നടക്കൂല ഒരു പ്രോജക്റ്റിന്. ആ 4 ക്യാമറാമാന്മാർ ലക്ഷപ്രഭുക്കളാവണ്. മിറോസ്ലേവ് ബ്രോസൈക്ക് എന്ന് പറയുന്ന മെയിൻ ക്യാമറാമാൻ കോടീശ്വരനാവണ്. കഴിഞ്ഞില്ലടോ, കഴിഞ്ഞില്ല. കൂതറ കാര്യങ്ങളല്ലേ ഇതൊക്കെ, കഴിഞ്ഞില്ല. പിന്നെ വരുന്നത് ഈ ക്യാമറാമാന്മാർക്കെല്ലാം നല്ല അസിസ്റ്റുകൾ വേണം. അസിസ്റ്റ് എന്ന് പറയുന്നത് വഴിയെ പോകണം ആരെങ്കിലും ഒന്നും നമ്മൾ ഒരു പിടിച്ച് നിർത്താൻ പറ്റൂല. വഴിയെ പോകണം ആരെങ്കിലും പിടിച്ച് നിർത്താൻ പറ്റുമോ? ഒരു ബിൽഡിംഗ് പണിയുമ്പോഴത്തേക്ക് ഒരു കയ്യാളിനെ നിർത്താം, പക്ഷെ അത് കെട്ടണവന് തലയ്ക്കകത്ത് ബോധം വേണ്ടേ, നല്ല ഐഡിയ വേണ്ടേ, ഇല്ലേ? ആരെങ്കിലും പിടിച്ച് നിർത്താൻ പറ്റുമോ? എങ്കിൽ പിന്നെ എല്ലാ ജോലിയും അവരവർക്കൊക്കെ ചെയ്താൽ പോരെ. അപ്പോൾ നല്ല അസിസ്റ്റ് വേണം, നല്ല അസിസ്റ്റ് ക്യാമറാമാൻമാർ വേണം. ഇതെല്ലാം പെട്ടെന്ന് നീക്കാനും അതിനൊക്കെ നല്ല എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് ഉള്ള ആളെ വേണമെങ്കിൽ അത് നല്ല ശമ്പളം കൊടുക്കണം. ചെറിയ പ്രോജക്റ്റിൽ 5 കോടി രൂപ വരെ ക്യാമറ എടുത്ത് വഴിയെ പറഞ്ഞ മൊബൈലിൽ പിന്നെ യൂട്യൂബ് ചെയ്യണം, നിൻ്റെ കയ്യിൽ തരാൻ പറ്റൂടാ? നീയൊക്കെ എങ്കിൽ പിറ്റേ ദിവസം ചീത്തയാക്കില്ല. അതിൽ ഏത് ഡാറ്റ, ഏത് ഫോക്കസ്, ഏത് ഫ്രെയിമിലിട്ടിട്ട് ചെയ്യണമെന്ന് നിനക്കൊക്കെ അറിയാടാ. അതിനപ്പോൾ അങ്ങനെ ഉള്ളത് വരുമ്പോഴത്തേക്കും അത്രയും നല്ല ആര് വേണം? നല്ല അസിസ്റ്റ് വേണം, വേഗത്തിലും കൃത്യമായിട്ട് ചെയ്യാൻ. അപ്പോൾ അവരെ എന്താ നിങ്ങൾക്ക് 1,000-2,000 രൂപയ്ക്ക് കിട്ടുമെന്നാണോ ചേരാൻ? അവരെ ശമ്പളം പോലും ഡെയിലി 10,000-ന് മുകളിൽ വരും, മിനിമം 5,000 രൂപയെങ്കിലും. പടത്തിൻ്റെ ഷൂട്ട് എത്ര വർഷങ്ങളാണ് പോണത്, അല്ലാതെ 1, 2, 4 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് പോരണതല്ല. ഒരു ശരാശരി അസിസ്റ്റിന് 100 ദിവസം വർക്ക് ഇട്ട് നോക്കിയാൽ നിങ്ങൾ 10,000 രൂപ ഇട്ട് 10 ലക്ഷം രൂപയായി. ഓരോ ക്യാമറാമാന് 2-3 അസിസ്റ്റ് ഉണ്ട്. 5 ക്യാമറയൊക്കെ ആണെങ്കിൽ 15 പേർക്ക് അവിടെ തൊഴിലായി, 15 പേര് ലക്ഷപ്രഭുക്കളായി. വീണ്ടും മനസ്സിലാവണമുണ്ടോ എൻ്റെ പ്രേക്ഷകരെ? നമ്മൾ അടപടലം വേൾഡ് വൈഡായിട്ട് പലതും പൈസ ഉണ്ടാക്കി നാട്ടി വരുമ്പോൾ നമ്മൾ അടപടലം എതിർക്കുന്ന ഒരു വൃത്തികെട്ട പ്രവണത നമുക്കുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ അഹങ്കാരമാണോ എന്ന് എനിക്കറിയില്ല. അതോ ഉണ്ടായിരുന്നിട്ടും വിദ്യാഭ്യാസം എന്ന് പറയുന്ന അറിവുണ്ടായിരുന്നിട്ട് തിരിച്ചറിവില്ലാത്തതാണോ എന്ന് എനിക്കറിയില്ല. അത് എനിക്കറിയില്ല. പക്ഷെ ഞാനിതുപോലെ ഇനി തുറന്നു പറയും, ഇതുപോലെ ഞാൻ പറയും. നിങ്ങൾ എന്നെ എന്ത് വേണോ പറഞ്ഞു, എന്നെ എന്ത് വേണോ ചെയ്യാം, എന്ത് വേണോ ചെയ്യണം, എനിക്കൊരു പേടിയില്ല. പിന്നെ അങ്ങനെ അവിടെ ഇത് കിട്ടി. പിന്നെ ഈ ക്യാമറ ഓടണമെങ്കിലാ നിങ്ങൾ നോക്കിക്കേ, ഇതാ ഈ ചെറിയ ബ്ലോഗ് ചെയ്യാൻ പോലും ഇതാ കണ്ട ഒരു ലൈറ്റ് ഉണ്ട്, കണ്ട? ചെറിയ ലൈറ്റ് ഉണ്ട്. എൻ്റെ മുഖം വെട്ടത്തിന് കാണണ്ടേ? എത്ര 100 കണക്കിന് ലൈറ്റ്, അത് വിലപിടിപ്പുള്ള. ഇത് 1000 രൂപയേ ഉള്ളൂ. 10,000 കണക്കിന്, 50,000 കണക്കിന്, ലക്ഷക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള ലൈറ്റുകൾ. ആ ലൈറ്റ് പ്രകാശിപ്പിക്കുക യൂണിറ്റ് വേണം, വൈദ്യുതി. അതിന് സർക്കാരിൻ്റെ വൈദ്യുതി എടുക്കാൻ പറ്റുമോ? പോകേണ്ടതൊക്കെ സർക്കാരിൻ്റെ വൈദ്യുതി എടുക്കാൻ പറ്റുമോ? ഏതെങ്കിലും വൈദ്യുതി ലൈനിൽ കൊണ്ടുവന്ന് സപ്ലൈ വിടാൻ പറ്റുമോ? അങ്ങനെയൊന്നും വിട്ട് സിനിമയൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. വലിയ വലിയ യൂണിറ്റ് വേണം. ഇതിലെല്ലാത്തിലും കൂടെ ജോലി ചെയ്യണവരെ നോക്കിയാൽ ഇതിലെല്ലാത്തിലും വഴിയെ പോണവരെ പിടിച്ചിരുത്താൻ പറ്റുമോ? ഡ്രൈവറെ അത് യൂണിറ്റ് കൊണ്ടുപോകാൻ നല്ലൊരു ഡ്രൈവറെ നിർത്താം, അത് അവിടെ നിൽക്കുമെന്ന് വയ്ക്കാം. പക്ഷേ ലൈറ്റൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എടുത്ത് എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ വയ്ക്കാം. പക്ഷെ ഒരു ഫ്രെയിം ഇടുമ്പോൾ, സിനിമയിലൊരു ക്യാമറ ഒരു ഡയറക്ടർ പറയുമ്പോൾ ഒരു ഫ്രെയിം ഇടുമ്പോൾ അതിന് ഇന്ന രീതിയിലൊക്കെ വരേണ്ടതുണ്ട്. അതിന് നല്ല നോളജ് ഉള്ളവനെ അവിടെ ലൈറ്റ് മാനായിട്ടിരിക്കാൻ പാടുള്ളൂ. അപ്പോൾ അവൻ ആ കൃത്യമായിട്ട് പറയും, ഇന്ന ഫ്രെയിം ഇന്നതിലിട്ടിട്ട് ഇന്നത് ചെയ്യുമ്പോൾ അവിടെ ഇന്ന കളറിങ് പറയും. ആ കളറിങ് കൊടുക്കാൻ വഴിയെ പോണ ആർക്കെങ്കിലും പറ്റുമോടാ? അതിനൊക്കെ നമ്മൾ വഴിയെ പോണ 1000 രൂപയ്ക്ക് 1,500 രൂപയ്ക്കും പിള്ളേരെ ഇരുത്തിയാൽ കിട്ടൂ. വെറുതെ എടുത്ത് കെട്ടി വെക്കാനാണെങ്കിൽ 1000 രൂപയ്ക്ക് പിള്ളേരെ കിട്ടും. അവൻ കെട്ടി വെച്ചിട്ട് താഴെ ഇറങ്ങും. പിന്നെ അത് ചലിപ്പിക്കണം, മൊബൈലിൽ കൂടെയൊക്കെ ചലിപ്പിക്കാൻ നല്ല ബ്രില്യൻ്റായ ടെക്നോളജി പിള്ളേരെ വയ്ക്കണം. മനസ്സിലാവുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? അതിനൊക്കെ ശമ്പളം കൊടുക്കണം. 2,000 മുതൽ 5,000 രൂപ വരും അവരെ ശമ്പളം.
നല്ല ബ്രില്യൻ്റായ പിള്ളേർക്ക്, അതായത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയ വലിയ ചിത്രങ്ങൾ ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലൈറ്റ് ബോയ്സിൻ്റെ ശമ്പളമാണ് ഞാൻ പറയുന്നത്. 100 ദിവസം കൂട്ട്, അവൻ്റെ അക്കൗണ്ടിൽ 2 ലക്ഷം രൂപ പോയി. 2 അല്ല 4 ലക്ഷം രൂപ 100 ദിവസം ഷൂട്ട് കിട്ടിയ. 50 ദിവസം ഇട്ടാൽ പോലും 2.5 ലക്ഷം രൂപ പോയി. 5 ലക്ഷം രൂപ. ശരി പോട്ട്, ഒരു 2-2.5 ലക്ഷം രൂപയുടെ അവനും വീട്ടിൽ ചിലവെല്ലാം പോയിട്ട് അവൻ്റെ കയ്യിൽ ഒരു 1-1.5 ലക്ഷം രൂപ ബാക്കിയുണ്ടാവും. ഇതെല്ലാം നല്ല അധ്വാനിച്ചുണ്ടാക്കണേണ് കേട്ടോ. അല്ലാതെ എന്തെങ്കിലും തരികിട ജോലി ചെയ്ത് കണ്ടവൻ്റെയൊക്കെ എന്തെങ്കിലും ഒരുത്ത വല്ലതും കൊടുക്കാട്ട് കഴിഞ്ഞാൽ അവൻ്റെ, ഞാൻ പറഞ്ഞില്ലേ, അവനെ ചവിട്ടി താഴ്ത്തി, അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കെട്ടിച്ചയക്കാൻ കരുത്തി തൊട്ടടുത്ത വീട് ഒരു 10 സെൻറ്റ് വീട് ഒരു വീടും മിക്കായിട്ടിരുന്ന് കഴിഞ്ഞാൽ അതിനെ ചവിട്ടി ആ അവസരം ഉപയോഗിച്ച് ചവിട്ടി താഴ്ത്തി അവൻ്റെ ആടെ നിന്ന് റിയൽ എസ്റ്റേറ്റിൽ അല്ലെങ്കിൽ മറ്റ് പല മേഖലയിലും നിന്നിട്ട് അതിനകത്തുനിന്ന് ഒരു വലിയ ആന വെട്ടി കൊണ്ടുപോയി ഉണ്ടാക്കണ പൈസയൊന്നുമല്ല. പിന്നെ ഒരു പണിയെടുക്കാതെ ഓഫീസിലിരുന്നാണ് 5-6 ഫയൽ ചെയ്തിട്ടിട്ട് ലക്ഷങ്ങൾ എഴുതി വാങ്ങണ പരിപാടിയല്ല ഇതൊന്നും. പണിയെടുത്തുണ്ടാക്കണതാണ് പോയി. എത്ര പേര് ലക്ഷപ്രഭുക്കളാവണം. ഇങ്ങനെയാണ് ഒരു ക്യാമറ ചലിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ക്യാമറയുടെ കമ്പനിയിൽ ബിസിനസ്, അവിടെ എത്രയോ തൊഴിലാളികൾ. പിന്നെ ഇത് വാങ്ങുമ്പോൾ ടാക്സാണ്. ഒരു ക്യാമറയ്ക്ക് ടാക്സ് നിങ്ങൾ ഉദ്ദേശിക്കും പോലെ നക്കാപ്പിച്ചൊന്നുമല്ല. GST 28 ജനറൽ ടാക്സ്. പിന്നെ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ക്യാമറകൾക്കും തന്നെ കഴിഞ്ഞ് 30% അഡീഷണൽ നികുതി കെട്ടണം. പിന്നെ ഈ ക്യാമറയൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ തന്നെ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ഡാറ്റ നിങ്ങൾക്ക് വാങ്ങിയിടണമെങ്കിൽ ഏകദേശം 750 മുതൽ 1000 രൂപ വരും. ഒരു DSLR ക്യാമറയിൽ ഒരു 300 സ്പീഡുള്ള ഒരു 128 GB ഒരു ഡ്രൈവ് വാങ്ങിയിടണമെങ്കിൽ അതിന് ഏകദേശം 4000 രൂപ വില വരും. പിന്നെ ഇതൊക്കെ മതിയാണ്. ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കാൻ ഹാർഡ് ഡിസ്കുകൾ വേണ്ടേ, അതിന് 8000 രൂപ മുതൽ 12000 രൂപ നമ്മൾ ഈ ചെയ്യണ സാധാ ഈ പരിപാടിക്ക്. അപ്പോൾ ഒരു സിനിമ ഹൈ റെസൊല്യൂഷനിലാണ് എടുക്കുന്നത്. 4K മുതൽ 8K വരെയാണ് അതിൻ്റെ ചിത്രീകരണം പറഞ്ഞത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. നിങ്ങൾ 4Kയിൽ ഒരു വീഡിയോ ഇട്ട് നോക്കിയേ, നിങ്ങൾക്കൊരു 20 മിനിറ്റുള്ള ഒരു വീഡിയോ ഇടണമെങ്കിൽ ഏകദേശം 16-18 GB ആവും. ഈ 18 GB യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നല്ല എക്സ്പെൻസീവാണ് ഭായി. ഇതെല്ലാം നിങ്ങൾ ഡാറ്റയായിട്ട് സൂക്ഷിക്കണം. സാറിന് നിങ്ങളുടെ മൊബൈൽ 64 GB ആണ് കിടക്കണമെങ്കിൽ 2 4K വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും കഴിഞ്ഞത് 25 മിനിറ്റുള്ള റെസൊല്യൂഷൻ വേണം. എങ്കിലേ നമുക്ക് തിയേറ്ററിലും TV ഒക്കെ ഇപ്പോൾ ഹൈടെക് TVകളാണ്, ഇതിലൊക്കെ നല്ല ലാവിഷായിട്ട് ഹോം തിയേറ്ററായിട്ട് കാണുമ്പോൾ ക്ലാരിറ്റി എഫക്റ്റ് വരും. എങ്കിലേ അത് ഓൺലൈൻ കച്ചവടവും വരുള്ളൂ. അപ്പോൾ ഇതിനെല്ലാം ഡാറ്റ വേണം. ഓരോ സിനിമയ്ക്ക് എത്ര കോടി രൂപയുടെ ഡാറ്റയാണ് ഉപയോഗിക്കേണ്ടി വരണമെന്നറിയാമോ? ബാക്കി ഞാൻ പുറകെ പറഞ്ഞു. അങ്ങനെ ക്യാമറ വഴി തന്നെ നിങ്ങൾ നോക്കി എത്രമാത്രം ബിസിനസ്, എത്രമാത്രം പേര് ലക്ഷപ്രഭുക്കളാവണം. സാധാരണ രീതിയിൽ എത്ര പേര് എത്ര പേര് സമ്പാദിക്കുന്നത്. ഇതൊക്കെ വലിയ പ്രോജക്റ്റ് ഉണ്ടായാലും നടക്കൂ. നിങ്ങൾ നഖശികാന്ത എന്തിനും ഏതിനെയും കയറി ലോകം മൊത്തം വിജയിച്ച ഒരു കാര്യത്തെയാണ് നിങ്ങൾ എതിർക്കുന്നത്. നഖശികാന്തം എതിർക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണ് എത്ര മാത്രം തൊഴിൽ. അല്ലാതെ സർക്കാരാണ് തൊഴിൽ കൊടുക്കണേ ഇവർക്കൊക്കെ. സർക്കാരാണ് ഇവരെ ലക്ഷപ്രഭുക്കളാക്കിയത്. കാശ് ഇറക്കണോടോ, ഇറക്കിയിട്ട് പുറത്തു പോകണം. പുറത്ത് വിദേശ രാജ്യങ്ങളിലെല്ലാം പോയി പണം വാരിഞ്ഞ് തിരിച്ചു പോരണം. ഹോളിവുഡ് സിനിമ പോലെ വിദേശത്ത് ചെയ്യണ വലിയ വലിയ കമ്പനികൾ മൊത്തം ഔട്ട്സോഴ്സ് ഇട്ട് എടുക്കും പോലെ. ബുദ്ധി വേണം. അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. ഒരു വലിയ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ പ്രോജക്റ്റ് തീരെ മോശമാണെങ്കിൽ വിമർശിച്ചോളൂ. പക്ഷെ അത് വിജയിച്ചിട്ടും വിമർശിച്ചുകൊണ്ട് അതിനെ ചവിട്ടിത്താക്കുന്നതാണ് മനസ്സിലാവാത്തത്. ഇങ്ങനെ പണം വന്നിറങ്ങിയാലേ നിൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിലുമൊക്കെ നല്ല കാറും നല്ല ഇതൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ. നിൻ്റെ കുട്ടിക്ക് നല്ല സ്കൂളിൽ പഠിക്കാൻ പറ്റൂ. നിൻ്റെ കുട്ടിക്ക് നല്ല വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നിനക്ക് നല്ല വസ്ത്രം ധരിക്കാൻ പറ്റൂ. ഇനി ഒന്നുമില്ലെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് 2 പെഗ് അടിക്കാൻ പറ്റുള്ളൂ. ഇനി അതും അല്ലെങ്കിൽ നിനക്കൊരു യാത്ര പോകാൻ പറ്റുള്ളൂ. ഇനി അതും അല്ലെങ്കിൽ നിനക്ക് ഭയങ്കര പണത്തിന് ആർത്തിയാണെങ്കിൽ നിനക്ക് ബാങ്കിൽ കൊണ്ടുവന്ന് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. നിനക്ക് നല്ല വീട് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം പറഞ്ഞത് വ്യവസായത്തിൽ കൂടിയാണ്. അത് എങ്ങനെ വരണം കണ്ടോ? ഇത്ര പേര് നിങ്ങൾ ആലോചിക്കുക. ഈ 2 കാര്യം പറഞ്ഞപ്പോൾ തന്നെ ആദ്യത്തേൽ 100 പേരോളമായി. ഇതിൽ ഏകദേശം 150 പേർക്ക് തൊഴിലായി. അതിൽ അധികം പേരും ഒരാൾ കോടീശ്വരനാവുന്നു, ബാക്കിയുള്ളൊരു തെറ്റില്ലാത്ത ലക്ഷപ്രഭുക്കളാവണു. അതിൻ്റെ താഴെ മീഡിയം രീതിയിൽ പൈസ ഉണ്ടാക്കി അത്യാവശ്യം സമ്പാദിക്കണം. ഏറ്റവും താഴെയുള്ളവർ പോലും ഒരു പ്രോജക്റ്റ് കഴിയുമ്പോൾ 2.5 മുതൽ 5 ലക്ഷം രൂപയും കൊണ്ട് പോകുന്നു. ഇങ്ങനെ നടക്കുന്ന പ്രോജക്റ്റുകളാണ് നിങ്ങളുടെ മുമ്പിൽ. നിങ്ങൾ ഈ പറഞ്ഞ കൂതറ തരം താഴ്ന്ന അത്രയും താഴേക്കിടയിൽ അത്രയും താഴെ പോയതുകൊണ്ടാണ് ഞാനിത് പൊളിച്ചുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. എൻ്റെ പ്രേക്ഷകരെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ കേൾക്കണം. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത് നിങ്ങൾ 4 കെട്ടിൽ ജീവിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ലോകം ഒന്നും അത്ര ഇതൊന്നും അല്ലാതെ വലിയ ചിന്തയില്ലായിരിക്കും. നിങ്ങൾ വലിയ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ തുറന്ന് ചിന്തിക്കാൻ പഠിക്കണം.
നമ്മളെപ്പോഴും തുറന്ന് ചിന്തിക്കാൻ പഠിക്കുമ്പോഴാണ് നമ്മളെ വിദ്യാഭ്യാസം നമുക്ക് ഗുണമായിട്ട് മാറുന്നത്. പകരം നിങ്ങൾ എത്ര IAS കാരനാവട്ടെ, IPS കാരനാവട്ടെ, IFS, നിങ്ങൾക്ക് തുറന്ന് ചിന്ത വന്നില്ല എങ്കിൽ, ഓപ്പണൈസ് ചെയ്ത് വന്നില്ലെങ്കിൽ രാജ്യത്ത് ഒന്നിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല. എന്ത് വന്നാലും നിങ്ങൾ എതിർക്കും, നിങ്ങൾ എന്ത് വന്നാലും പൂട്ടിക്കും. പ്രകൃതിക്ക് ദുരന്തം ഉണ്ടാക്കണമെന്നും വളർത്തണമെന്നും ഞാൻ പറയൂല. പ്രകൃതി നമ്മളെ നാട്ടിലൊരു പെട്ടെന്നൊരു ബ്ലാസ്റ്റൊക്കെ വന്നിട്ട് ലക്ഷക്കണക്കിന് പേര് മരിക്കാനോ വൈറസ് വരാനോ സാധ്യതയുള്ള ഫാക്ടറി വയ്ക്കണമെന്നും ഞാൻ പറയില്ല. പക്ഷെ അല്ലാതെ വ്യവസായങ്ങൾ ധാരാളം ഉണ്ടല്ലോ, പ്രകൃതിയെ നിലനിർത്തിക്കൊണ്ട് മറ്റെല്ലാ രീതിയിലും. ഇതിൽ ഇങ്ങനെ വരണ ഈ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ നഖശികാന്തം എതിർക്കണമെന്ന് നഷ്ടപ്പെടുന്നത് എന്താണ്? ലക്ഷപ്രഭുവായിട്ട് ഇരിക്കേണ്ടവൻ ദരിദ്രനായിട്ട് ജീവിക്കും, കോടീശ്വരനായിട്ടിരിക്കേണ്ടവൻ വെറും ലക്ഷപ്രഭുവായിട്ടിരിക്കും. കാണുന്ന ഫയലിൽ കാണതോ, നിങ്ങൾ ഫയലിൽ വെച്ചതോ, നിങ്ങൾ പഠിച്ചതൊന്നുമല്ല ലോകം, പഠിച്ചതൊന്നുമല്ല പണം, പഠിച്ചതൊന്നുമല്ല രാജ്യത്തിൻ്റെ ഇൻകം. നിങ്ങൾ ചിന്തിക്കാനാണ് വേണം. നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസമില്ലേ? വിദ്യാഭ്യാസമില്ലാത്ത ആരിയിരിക്കുന്നത്? ഞങ്ങളെപ്പോലെയാണോ? നിങ്ങളിത് ചിന്തിക്കണം. ഞാൻ നിങ്ങളുടെ അടുത്ത് അതാണ് പറഞ്ഞത്. ഞാനിത് ഓരോന്നും ഞാൻ തുറന്നു കണ്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടാൽ മതി എൻ്റെ വീഡിയോ. ഞാൻ പറഞ്ഞില്ല, 5% പേര് കണ്ടാൽ മതി. എനിക്കിതിൽ വലിയ വ്യൂവേഴ്സ് ഒന്നും വേണമെന്ന് ഞാൻ പറയില്ല. നിങ്ങളുടെ അടുത്ത് ഞാൻ ആ രീതിയിൽ, നിങ്ങൾക്ക് അങ്ങനെ 5 പേരുണ്ടെങ്കിൽ 5 പേർക്ക് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. അല്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യേണ്ടടാ. നിനക്ക് കൂതറയെന്ന് തോന്നി നീ ഇങ്ങനെ കൂതറ പറഞ്ഞുകൊണ്ട് കേടാ. നീ എന്തെങ്കിലും ചെയ്ത് നീ ഇവിടുത്തെ എല്ലാ വ്യവസായങ്ങളെയും പൂട്ടിക്ക്, ഭരണ വരുമാനങ്ങളെല്ലാം നിർത്ത് നീ. എന്നിട്ട് നീ നിൻ്റെ കുടുംബമേ പട്ടിണി ഇടടാ. പട്ടിണി ഇടന്നിട്ട് വല്ല റെസ്ട്രിക്ഷൻ വരുമ്പോഴത്തേക്ക് നാട്ടുകാരെ ചീത്ത വിളി, ഗവൺമെൻറ്റിൻ്റെ ചീത്ത വിളി. ഗവൺമെൻറ്റിന് എല്ലാവർക്കും തൊഴിൽ കൊടുക്കാൻ പറ്റുമോ? ഗവൺമെൻറ്റിന് ഒരു കണക്കില്ലേ കൊടുക്കണേന്? അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രേക്ഷകരെ ഞാൻ നിങ്ങളോട് ചിന്തിക്കുക. വിദ്യാഭ്യാസമല്ല ചിന്ത ഉണർത്തുന്നത്, നിങ്ങളുടെ തിരിച്ചറിവാണ്, അറിവല്ല. വിദ്യാഭ്യാസം അറിവ് തരും നമുക്ക്. ആ അറിവ് ചിന്തിക്കുമ്പോൾ തിരിച്ചറിവാവുന്നതോടുകൂടി നിങ്ങൾക്ക് ഈ അനാവശ്യ കാര്യത്തിൽ നിങ്ങളുടെ ഫോക്കസ് പോകില്ല. നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. മറ്റുള്ളവർ ചെയ്യണത് വല്ലാതെ നിങ്ങൾക്ക് ഒരു ഫീൽ ചെയ്യും, വാ എന്നാ പരിപാടിയാണ് ചെയ്യണേന്ന്. അത് നിങ്ങൾക്ക് അവരോട് ആരാധനയാവും. അല്ലാതെ നിങ്ങൾ ഈ നടന്മാരെയൊക്കെ സ്നേഹിക്കണത് എന്തുകൊണ്ടാണ്? അവരെ പെർഫോമൻസ് കണ്ടിട്ടല്ലേ? അല്ല വെറും കട്ട ഹീറോയിസം കണ്ടിട്ടാണ്? അവർ പെർഫോമൻസ് നിങ്ങളെ വല്ലാതെ ഒരു ഇഷ്ടത്തിലോട്ട് നിങ്ങളെ കൊണ്ടുപോകും. അങ്ങനെ ഒരു വലിയ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഡയറക്ടർ നിങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. മലയാളത്തിൽ നമ്മൾ ഡയറക്ടർ നോക്കി പടങ്ങൾ കാണാറില്ലേ? സിനിമ മാത്രമല്ല പല കാര്യങ്ങളും. ഞാൻ ചില ബിസിനസ്സുകാരെ ഇനിയിപ്പോൾ പറയണില്ല, അതൊക്കെ എടുത്ത് ഇതിനകത്ത് നമ്മൾ പിന്നീട് ഒരു ഇത് വരും. ഇങ്ങനെ നിങ്ങളടുത്ത് ഞാൻ പറയുന്നത്, എൻ്റെ പ്രേക്ഷകരെ നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ നിങ്ങൾ IAS കാരനോ IPS കാരനോ ഇന്ത്യൻ പ്രസിഡൻറ്റോ പ്രധാനമന്ത്രിയോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനത് അങ്ങനെ അത്രയും ടോപ്പിലോട്ട് പറയണത് അവരെ കുറ്റം പറഞ്ഞല്ല. നിങ്ങൾ എത്ര എഡ്യൂക്കേഷൻ ഉണ്ടോ അത്രയും നിങ്ങളെ ചിന്ത ഉണർത്തണം. ചിന്ത ഉണർത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് നമ്മളൊരു മതത്തിലോ ജാതിയിലോ വർഗത്തിലോ വർണ്ണത്തിലോ ഒന്നും കെട്ടിയിടരുത്. അതവിടെ ഒരു സൈഡിൽ കിടക്കുക. അതൊക്കെ ആവശ്യമില്ലാത്ത കുറേ എണ്ണത്തിന് ചിന്തിക്കാൻ കഴിവില്ലാത്തവർക്കുടെ കാര്യങ്ങളാണ്. നിങ്ങൾ ചിന്ത ഉണർന്നോടുകൂടി നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് തുടങ്ങും. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് അവർക്ക് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ താല്പര്യം കൂടും. അപ്പോൾ നമ്മളെ നാട്ടിൽ $1000 കോടി പ്രോജക്റ്റുകൾ നടക്കും. $1000 കോടി പ്രോജക്റ്റ് സിനിമ വരണമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എത്ര പേർക്ക് തൊഴിൽ? $1000 കോടി ഞാൻ പറയണത്. അങ്ങനെ വരണം നമ്മളെ നാട്. ഹോളിവുഡിനെ വെല്ലണം. ഇന്ത്യ എന്നല്ല എല്ലാ രാജ്യങ്ങളും അവരവരെ പ്രോഡക്റ്റിൽ മികച്ചു നിൽക്കണം. ഇന്ത്യ എന്ന് പറയുന്നത് 150 കോടി ജനമുണ്ട്. എന്തിട്ടാലും വിൽക്കാൻ പറ്റുന്ന നാട്. പോപ്പുലേഷൻ ഇല്ലാത്തത് നിങ്ങൾ എവിടെ കൊണ്ട് വിൽക്കും വലിയ സാധനം ഉണ്ടാക്കിയിട്ട്? അതുകൊണ്ടാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ $1000 കോടി സിനിമകൾ ഇവിടെ ഉണ്ടാവണം. അങ്ങനെ നമ്മളെ നാട്ടിലെ നിങ്ങളെപ്പോലെയുള്ള കൂതറ എന്ന് പറയുന്നവരും അല്ലാത്തവരുമൊക്കെ ലക്ഷപ്രഭുക്കളായ പോരബായി കോടീശ്വരന്മാരാവണം. അങ്ങനെ നമ്മളെ പിള്ളേരും നാടും വളർന്ന് വികസിക്കണം. അങ്ങനെയുള്ള തിങ്സ് നിങ്ങൾ ഉണ്ടാക്കണം. ആ തിങ്സ് ഉണ്ടാക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ 3ാമത്തെ എപ്പിസോഡ് 19-20 മിനിറ്റായി. അതുകൊണ്ട് ഞാൻ പുറത്തോട്ടൊന്ന് പോകുന്നു. പോയതിന് ശേഷം ബാക്കി ഇനിയും ഉണ്ട്. ഇത് 5 എപ്പിസോഡിലും തീരില്ല, 6ലും തീരില്ല. എത്ര എപ്പിസോഡായാലും ഞാനിത് പറയും. യൂട്യൂബിൽ ക്രിയേറ്റ് ചെയ്യും, ഞാൻ ഇതിൻ്റെ റീലിടും. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറയാം. ഞാനൊന്ന് പുറത്തേക്ക് പോകുന്നു. അടുത്തെൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നോബക് സോളോ.